നമസ്കാരം. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാൻ സർവാധികാരി ആയത്തുള്ള അൽ ഖമനിയുടെ അനുസ്മരണ ചടങ്ങിൽ സംഘർഷം. സെൻട്രൽ ലണ്ടനിൽ നടന്ന ചടങ്ങിലാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ചടങ്ങുകൾ നടന്ന മൈജാവെയിലിലെ ഇസ്ലാമിക് സെന്റർ ഓഫ് ഇംഗ്ലണ്ടിന്റെ പുറത്ത് കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. സംഘർഷമുണ്ടായതോടെ മെട്രോപൊളിറ്റൻ പോലീസും സിറ്റി ഓഫ് ലണ്ടൻ പോലീസും ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ട ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ പിന്തുണച്ച 18 പേർ ഉൾപ്പെട്ട ഇന്നലത്തെ സംഘർഷത്തിൽ 25 പേരെ അറസ്റ്റ് ചെയ്തതായി മെറ്റ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സമീപത്തുള്ള ഒരു വീടിന്റെ ബാൽക്കണിയിലിരുന്ന് 2 പോലീസ് ഉദ്യോഗസ്ഥർ സംഘർഷം വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. സെന്ററിന്റെ പുറത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾ ഖമനയുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുകയും ഇറാൻ പതാകകൾ ഉയരത്തിൽ വീശുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ ചിലർ കഫിയ ധരിച്ചെത്തി ഫലസ്തീൻ പതാകകൾ ഉയർത്തി ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കി. അതേസമയം റോഡിന് എതിർവശത്ത് സൂര്യനും സിംഹവും ആലേഖനം ചെയ്ത ഇറാന്റെ പഴയ ഷാ ഭരണകാലത്തെ പതാകയേന്തി മറ്റൊരു സംഘവും പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. ഇവർ ഉയർത്തിയ ബാനറുകളിൽ ഒന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ചിത്രങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് അതിനു കീഴെ അടിക്കുറിപ്പും ഉണ്ടായിരുന്നു. വലിയ ശബ്ദത്തിൽ സംഗീതം കേൾപ്പിച്ചും ആടിയും പാടിയും ഇവർ ഖമനയുടെ മരണം ഒരു ആഘോഷമാക്കുകയായിരുന്നു. ഇറാനിലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പഹലവി രാജവംശത്തിലെ കിരീടാവകാശിയുടെ ചിത്രവും ചിലർ ഉയർത്തിപ്പിടിച്ചു. എന്തായാലും വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധവുമായി പതിനായിരങ്ങൾ തെരുവിൽ ഇറങ്ങിയ സംഭവം ഉണ്ടായി. ഒരുപക്ഷെ ബ്രിട്ടീഷ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഹുസംസ്കാര പ്രകടനമെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിൽ തെരുവിലിറങ്ങിയത് പതിനായിരങ്ങളാണ്. ടുഗദർ അലയൻസ് മാർച്ച് എന്ന് പേരിട്ട ഈ പ്രകടനത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം പേർ തലസ്ഥാനത്ത് എത്തിയെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. എന്നാൽ പോലീസിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. 100-ലധികം ചാരിറ്റികൾ, നിരവധി ക്യാമ്പയിൻ ഗ്രൂപ്പുകൾ, തൊഴിലാളി യൂണിയനുകൾ എന്നിവർ പങ്കെടുത്ത പ്രകടനം പാർക്ക് ലെയിനിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് വൈറ്റ് ഹോൾ വഴി ട്രഫാൽഗർ സ്ക്വയറിൽ പ്രകടനം എത്തിച്ചേർന്നു. തീവ്ര വലതു രാഷ്ട്രീയത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. കഴിഞ്ഞ സെപ്റ്റംബറിൽ തീവ്ര വലതുപക്ഷ നേതാവായ ടോമി റോബിൻസൺ സംഘടിപ്പിച്ച യുണൈറ്റ് ദ കിങ്ഡം റാലിക്കുള്ള പ്രതികരണം നിലയിലായിരുന്നു ഈ പ്രകടനം. റോബിൻസന്റെ റാലിയിൽ 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. 100 കണക്കിന് ബസ്സുകളിലും മറ്റുമായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ പ്രകടനത്തിൽ പങ്കെടുക്കാനായി ലണ്ടനിൽ എത്തിച്ചേർന്നത്. ലേബർ MP ജയാന അബോട്ട്, ഗ്രീൻസ് പാർട്ടി നേതാവ് സാക് പൊലാൻസ്കി എന്നിവർ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വൻ ഹർഷാരവത്തോടെയായിരുന്നു ജനക്കൂട്ടം ഇരുവരെയും വാക്കുകൾ സ്വാഗതം ചെയ്തത്. ഇത്തരം പ്രകടനങ്ങൾ തദ്ദേശീയമായി കൂടുതലായി സംഘടിപ്പിക്കണമെന്ന് പൊലാൻസ്കി ജനക്കൂട്ടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ലണ്ടനിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഖമനയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളുണ്ട്. തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്കെതിരായ പ്രകടനവും ലണ്ടനിൽ നടന്നു. ആശയ ആവിഷ്കാരം എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ പരിധി വിട്ടു പോകുന്ന ഇടങ്ങളിൽ പോലീസിന്റെ ഇടപെടലുകൾ വളരെ കൃത്യമായി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സംഘർഷങ്ങളിലേക്കും കലാപങ്ങളിലേക്കും ലണ്ടൻ മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.